ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് ബഡ്ജറ്റഡ് സാരീസ് എന്ന് വെച്ചാൽ 1100 റേഞ്ച് മുതലുള്ള സാരീസ് ആണ് കണ്ടത്. അതെല്ലാം സിന്തറ്റിക് കോട്ട മെറ്റീരിയൽ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്, കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അതിൻ്റെ തന്നെ കോട്ടൺ ചെക്ക് കോട്ടയിലുള്ള 1100 ആ റേഞ്ചിലുള്ള സാരീസാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. എല്ലാം വളരെ ബഡ്ജറ്റഡ് ആയിട്ടുള്ള സാരീസാണ്. പിന്നെ വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ സിന്തറ്റിക് മെറ്റീരിയൽ ആകുമ്പോൾ വർക്ക് കൂടുതലുണ്ടാകും, മെറ്റീരിയൽ കോസ്റ്റ് കുറവായതുകൊണ്ട്. കോട്ടൺ ചെക്ക് കോട്ടയിൽ വരുമ്പം അതനുസരിച്ച് 1100 സിന്തറ്റിക്കിൽ എന്തോരം വർക്ക് ഉണ്ടോ അത്രയും വർക്ക് കോട്ടൺ ചെക്ക് കോട്ടയിൽ അവൈലബിൾ ആയിരിക്കത്തില്ല. പിന്നെ അത് വിത്ത് ബ്ലൗസ് പീസ് ആയിരുന്നു, ഇത് വിത്ത് ബ്ലൗസ് പീസ് അല്ല വരുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇന്നത്തെ ഓരോ സാരീസും നമുക്ക് കണ്ടു നോക്കാം. ഈ സാരീസും റെഡി ഫോർ സെയിലാണ്. നിങ്ങൾക്ക് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പം ആദ്യത്തെ സാരി തന്നെ ലൈറ്റ് പീച്ച് ഷെയ്ഡാണ്, അല്ലെങ്കിൽ ക്യാരറ്റ് ഓറഞ്ച് കളറിൻ്റെ വളരെ ലൈറ്റർ ഷെയ്ഡ് എന്നും പറയാം. ആ ഒരു ഷെയ്ഡ് സാരിയാണ്, കോട്ടൺ മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് നല്ല ബ്ലൂ ഷെയ്ഡും കൊണ്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. എംബ്രോയ്ഡറി ഇത് ഇങ്ങനെയാണ് വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു എംബ്രോയ്ഡറി പാറ്റേൺ ആണ്. മുന്താണിയിൽ ഇതുപോലത്തെ ഒരു 2 ഫ്ലവറും 3 ബഡ്സും ആയിട്ടുള്ള ഒരു ലേസി ഡേസി ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ആണെങ്കിലും ലേസി ഡേസി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നടുക്ക് യെല്ലോ കളർ ഫ്രഞ്ച് നോട്ട്സും ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഡിസൈനാണ് മുന്താണിയുടെ ഒരു എൻഡിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഇൻഡിവിജ്വൽ ഫ്ലവറും ബഡ്സും ആയിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ 2 ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. അപ്പം ഒരു ഡിസൈൻ എന്ന് പറയാം, ഇതുപോലത്തെ ഒരു ഡിസൈൻ എന്ന് പറയാം. ഇൻഡിവിജ്വൽ പോർഷനിൽ 2 എണ്ണം അത് സ്പ്ലിറ്റ് ചെയ്ത് തയ്ച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. 2 എണ്ണം അതുവരെ റണ്ണിങ് പോർഷനിൽ വരും. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്, അവിടെ 3 എണ്ണമാണ് ഷോൾഡർ പ്ലീറ്റിൽ ഫ്രണ്ടിൽ വരുന്നത്. ഇതുപോലത്തെ 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ അടുപ്പിച്ച് വരുന്നത്. ഇപ്പോൾ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് 3 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് അടുത്ത ഡിസൈൻ, അത് കഴിഞ്ഞ് 3 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് അടുത്ത ഡിസൈൻ, അങ്ങനെ 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. പിന്നെ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും വരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിങ് ആണ്. ഇതുപോലത്തെ ഒരു ഡിസൈനിങ് ആണ്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഇതുപോലത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മിനിമം കുറച്ച് വർക്കേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കാരണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഈ ഒരു ബ്രൈറ്റ് കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1100 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത സാരി കണ്ടു നോക്കാം. അടുത്ത സാരി ഒരു ഓഷ്യൻ ബ്ലൂ കളർ സാരിയാണ്. ഇതും കോട്ടൺ ചെക്ക് കോട്ടയാണ്. അതിൻ്റെ അകത്തും വളരെ മിനിമം ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒത്തിരി ബ്രൈറ്റ്, ഇപ്പം നമ്മൾ ആദ്യം തന്നെ നല്ല ബ്രൈറ്റ് കളർ കോമ്പിനേഷനാണ്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് ബ്രൈറ്റ് കളർ കോമ്പിനേഷൻ അല്ല, വളരെ സെറ്റിലായിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് യെല്ലോയുടെ തന്നെ മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഫ്ലവർ ബഞ്ച് തയ്ച്ചിരിക്കുന്നത്. അത് ഇതിൻ്റെ അകത്ത് ഡാർക്ക് ഒലീവ് ഗ്രീൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെമ്മും ലീവ്സും തയ്ച്ചിരിക്കുന്നത്. ഈ ഫ്ലവറിൻ്റെ നടുക്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡിൻ്റെ ഒരു ഫ്രഞ്ച് നോട്ടുമാണ് ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ ഫ്രഞ്ച് നോട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡിസൈൻ പല്ലുവിൻ്റെ ഒരു സൈഡിലുണ്ട്. ഇത് ലെങ്ത് വൈസ് ഒത്തിരി നീണ്ടൊരു ഡിസൈനാണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞു ഫ്ലവറാണ് റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ നമ്മൾ മുന്താണിയിൽ കണ്ടുപോലത്തെ 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതുപോലത്തെ 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിലുള്ളത്. ഫ്രണ്ടിലപ്പം 2 വലിയ ഡിസൈൻ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതെല്ലാം നമ്മൾ തയ്ച്ചിരിക്കുന്നത് 6 സ്ട്രാൻഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫുൾ ഡിസൈൻ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഫ്ലവർ പെറ്റൽസ് എല്ലാം 6 സ്ട്രാൻഡ്സ് ആണ്. ഇപ്പോൾ ബോട്ടം പോർഷനിൽ ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ ഒരു ലെഗ് പോർഷനിൽ വരുന്ന സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റാൻഡിങ് പൊസിഷനിലാണ് നമ്മൾ ലെഗ് പോർഷനിൽ തയ്ച്ചിരിക്കുന്നത്. ഒരു ഫുൾ ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ വില 1300 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് വന്നിട്ട് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് ഷെയ്ഡിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും അതിൻ്റെ കൂടെയാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്.
ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഡാർക്ക് ഷെയ്ഡ് മെറൂണിൻ്റെ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഒരേ പെറ്റൽസിൻ്റെ ഇടയിൽ കൂടെ തയ്ച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ഒരേ സ്റ്റോൺസ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അതും ഒരു യെല്ലോ ഷെയ്ഡ് ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് നമ്മൾ സ്റ്റോൺസ് വെച്ചിരിക്കുന്നത്. ലീവ്സ് ആണെങ്കിലും സ്റ്റെംസ് ആണെങ്കിലും സ്റ്റെം സ്റ്റിച്ച്, ലീവ്സ് സാറ്റിൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് മുന്താണിയിൽ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഒരു എൽ ഷേപ്പ് പോലെ ഒരു ഡിസൈനാണ് മുന്താണിയിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഫ്രണ്ടിലാണ് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ കുറച്ച് അധികമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല ലെങ്തി ആയിട്ട് തയ്ച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് ഫുള്ളുമായിട്ട് കവർ ചെയ്യാനായിട്ട് നല്ല ലെങ്ത്തിൽ അങ്ങ് തയ്ച്ചേക്കുവാണ്. ഈ ഒരു ഡിസൈൻ ഇങ്ങനെ എന്താ ക്രീപ്പ് ഫ്ലവർ ഡിസൈൻ പോലെ ക്രീപ്പേഴ്സിനെ പോലെയാണ് ഇങ്ങനെ സ്പ്രെഡായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതായത് ഫ്രണ്ടിലെ ഷോൾഡർ പ്ലീറ്റിൽ ഫ്രണ്ട് പോർഷൻ ഫുള്ളുമായിട്ട് ഇതുപോലത്തെ ഡിസൈനാണ്. ഇതിനകത്ത് നമുക്ക് നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ഒത്തിരി ബ്രൈറ്റ് അല്ല, എന്നാൽ നല്ല ഒരു ഓഫ് വൈറ്റ് ആൻഡ് മെറൂൺ കളർ ഷെയ്ഡാണ് ഫ്ലവേഴ്സിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു ഡിസൈനിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെയാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ ആസ് യൂഷ്വൽ ഈ ഒരു ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലെഗ് പോർഷനിൽ വരുന്നത്, റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്നത്. ഇങ്ങനെ അത് സ്റ്റാൻഡിങ് പൊസിഷനിൽ കാലിൻ്റെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1400 ആണ്. ഇതിൻ്റെ റേറ്റ് കൂടാൻ കാരണം തന്നെ ഈ സ്റ്റിച്ചിൻ്റെ പ്രത്യേകത കൊണ്ടാണ് റേറ്റ് കൂടിയിരിക്കുന്നത്. റേറ്റ് 1400. ഇനി നമ്മുടെ അടുത്ത സാരി ബ്ലാക്ക് ഷെയ്ഡാണ്. അതിൻ്റെ അകത്തൊരു വളരെ നല്ലൊരു കളർ കോമ്പിനേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബ്ലാക്ക് സാരി. ഇതിൻ്റെ അകത്ത് നമ്മൾ കാസ്റ്റോൺ സ്റ്റിച്ചാണ് ഫ്ലവേഴ്സിന് കൊടുത്തിരിക്കുന്നത്. ബൂളിയൻ നോട്ടും കൊടുത്തിട്ടുണ്ട്. സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് സാറ്റിൻ സ്റ്റിച്ചുമാണ്. നടുക്കേ കൂടെ ഓരോ ഫ്രഞ്ച് നോട്ടും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മൾട്ടി ഷെയ്ഡ് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രൗണും ലൈറ്റർ ഷെയ്ഡ് ബ്രൗണും ഒക്കെ ആയിട്ട് വരുന്ന ഒരു മൾട്ടി ഷെയ്ഡ് ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലവേഴ്സിൻ്റെ അകത്ത്. അപ്പോൾ ഇങ്ങനെ കുറേ കട്ടയായിട്ട് ഫ്ലവേഴ്സ് ഇരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഫ്രഞ്ച് നോട്ട്സും എല്ലാം കൂടെ വന്നപ്പം വളരെ ഒരു കളർ കോമ്പിനേഷൻ തന്നെ വളരെ ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനും നല്ലൊരു ഡിസൈനുമാണ്. അപ്പം അങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു ഇൻഡിവിജ്വൽ, ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ഫ്ലവർ ഉണ്ടെങ്കിൽ റണ്ണിങ് പോർഷനിൽ ഒരു ഫ്ലവർ ബഞ്ചായിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അങ്ങനത്തെ 2 ബഞ്ച് നമ്മൾ റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരെണ്ണം, പിന്നെ അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ബഞ്ചാണ് നമ്മൾ റണ്ണിങ് പോർഷനിൽ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 2 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത് 2 എണ്ണമാണ്. അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കാരണം നല്ല എടുത്ത് നിൽക്കും. അപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഡിസൈനിങ് വന്നിരിക്കുന്നത്. മുന്താണിയിൽ ഒരെണ്ണം, റണ്ണിങ് പോർഷനിൽ 2 എണ്ണം, കാലിൻ്റെ അവിടെ ഒരെണ്ണം, ഷോൾഡർ പ്ലീറ്റിൻ്റെ അകത്ത് 2 എണ്ണം. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1550 ആണ് റേറ്റ്. ഇതിൻ്റെ റേറ്റ് കൂടാൻ കാരണം ഇതിൻ്റെ അകത്ത് കാസ്റ്റോൺ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റിച്ചാണ്. അതുകൊണ്ടാണ് അതിൻ്റെ റേറ്റ് കുറച്ച് കൂടിയിരിക്കുന്നത്. കാസ്റ്റോൺ സ്റ്റിച്ചൊക്കെ 6 strands വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇനി ഏറ്റവും അവസാനത്തെ സാരി നമ്മുടെ മെറൂൺ ഷെയ്ഡാണ്. ഒത്തിരി ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് മെറൂൺ അല്ല, എന്നാലും ഒത്തിരി ഡാർക്ക് അല്ല കേട്ടോ ഈ മെറൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒത്തിരി കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ അല്ല നമ്മൾ ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത്. മെറൂണിൻ്റെ തന്നെ ഒരു പിങ്കും യെല്ലോയും ഓറഞ്ചൊക്കെ വരുന്ന ഒരു കളർ ഷെയ്ഡാണ്. ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ സ്പ്രെഡായിട്ട് നിൽക്കുന്ന 2 ഫ്ലവേഴ്സാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ലീവ്സ് തയ്ച്ചിരിക്കുന്നത് അത് കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡാണ്. അത് വെച്ച് കമ്പയർ ടു ഫ്ലവറിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ലീവ്സിന് കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ലീവ്സിന് കൊടുത്തിരിക്കുന്നത്. അപ്പം മുന്താണിയുടെ ഒരു സൈഡിൽ 2 ഡിസൈനാണ്, മറു സൈഡിൽ അതിൻ്റെ തന്നെ ഒരു ഡിസൈനാണ് മറു സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം മുന്താണിയുടെ 2 പോർഷനിലും ഡിസൈനിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ ഇതുപോലെ വന്നിട്ടുണ്ട്. ഒറ്റ ഫ്ലവർ ആയിട്ടുള്ള ഡിസൈനാണ് മറു പോർഷനിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ 3 ഡിസൈനാണ് വലുത് ഷോൾഡർ പ്ലീറ്റിൽ വന്നിരിക്കുന്നത്.
ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ്, വലിയത് 3 ആണ് വന്നിരിക്കുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ വലിയത് 3 ഷോൾഡർ പ്ലീറ്റിലും ഇതുപോലത്തെ ഒരു പോർഷനിലും ഉണ്ട്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. മുന്താണിയിൽ 2 റണ്ണിങ് പോർഷനിൽ 1, മുന്താണിയുടെ അപ്പുറത്തെ പോർഷനിൽ 1 ഉണ്ട്, പിന്നെ ഫ്രണ്ടിലെ 3, പിന്നെ കാലിൻ്റെ അവിടെ 1. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ബ്ലൗസ് പീസ് ഇടുവാണെങ്കിൽ ഈ സാരിയുടെ സെയിം കളർ ബ്ലൗസ് പീസ് ഇടുവാണെങ്കിലായിരിക്കും കുറച്ചുകൂടെ ഭംഗി കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഫ്ലവേഴ്സിന് ഒത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ അല്ലാതെ ഞാൻ ആദ്യമേ പറഞ്ഞു. അതിൻ്റെ അകത്ത് പല കളേഴ്സും ഉണ്ട്, പക്ഷേ അതിലത്തെ ഒരു കളർ ഇട്ടാൽ ഈ സാരിക്ക് അത്ര ഭംഗി ഉണ്ടാവില്ല. ഈ സെയിം കളർ കോമ്പിനേഷനിലുള്ള സാരിയുടെ സെയിം കളർ ബ്ലൗസ് ഇട്ടാലായിരിക്കും ഭംഗി. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1680 ആണ്. ഇതിൻ്റെ റേറ്റ് നമ്പർ ഓഫ് ഡിസൈൻസ് കൂടുതലാണ്, അതുകൊണ്ടാണ് റേറ്റിന് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ സാരീസിൽ ഏതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.